ഫൈനലി ആപ്പിൾ iOS 17 പബ്ലിക് ബീറ്റ റിലീസ് ചെയ്തേക്കുവാണ്. കഴിഞ്ഞ മാസം ജൂൺ 5-ാം തീയതി ആയിരുന്നു ആപ്പിൾ iOS 17 ഒഫീഷ്യലി അൺവീൽ ചെയ്തത് WWDC ഇവന്റിൽ വെച്ച്. അതിനുശേഷം ഒരു മാസത്തിന് മുകളിലായി ഫൈനലി ആപ്പിൾ കഴിഞ്ഞ ദിവസം iOS 17 പബ്ലിക് ബീറ്റ റിലീസ് ചെയ്തു. സോ നിങ്ങളുടെ ഡിവൈസിൽ iOS 17 നിങ്ങൾക്ക് യൂസ് ചെയ്ത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നുണ്ടെങ്കിൽ അതിൽ ഏറ്റവും റെക്കമെൻഡ് ചെയ്യുന്ന ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ റിലീസ് എന്ന് പറയുന്നത് പബ്ലിക് ബീറ്റ ആയിരിക്കും. അപ്പോൾ എന്താണ് അതിൻ്റെ കാര്യം, എങ്ങനെയാണ് നമ്മുടെ ഡിവൈസുകളിൽ പബ്ലിക് ബീറ്റ iOS 17 പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാം, അതോടൊപ്പം എങ്ങനെ റിമൂവ് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ ചർച്ച ചെയ്യുന്നത്. സോ ദിസ് ഇസ് മീ മിലൻ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ iOS 17 പബ്ലിക് ബീറ്റ ആപ്പിൾ റിലീസ് ചെയ്തേക്കുവാണ്. നിലവിൽ iOS 17 സപ്പോർട്ട് ചെയ്യുന്നത് iPhone XS മുതൽ ഉള്ള എല്ലാ ഡിവൈസുകളുമാണ്. അതായത് iPhone XS മുതൽ iPhone 14 Pro Max വരെയുള്ള എല്ലാ ഡിവൈസുകളിലും നമുക്ക് iOS 17 സപ്പോർട്ട് ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ പറഞ്ഞ ഡിവൈസുകളെല്ലാം തന്നെ നമുക്ക് iOS 17 ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കും. നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ ഡെവലപ്പർ ബീറ്റ iOS 17 ഡെവലപ്പർ ബീറ്റ റിലീസ് ചെയ്ത സമയത്തുള്ള ഫീച്ചേഴ്സ് അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ പബ്ലിക് ബീറ്റ അങ്ങനെയല്ല, കുറച്ച് വ്യത്യസ്തമായിട്ടാണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പോൾ ഇനി എങ്ങനെ നമുക്ക് പബ്ലിക് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യാം? അതിനുവേണ്ടി നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ സഫാരി ഓപ്പൺ ചെയ്യുക. സഫാരി ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾ ഈ കാണുന്ന സൈറ്റിൽ beta.apple.com ഈ ഒരു സൈറ്റിൽ പോവുക. വൺസ് ആ പേജ് ലോഡാക്കിയപ്പം ആപ്പിൾ ബീറ്റ എന്നുള്ള ഈ ഒരു സൈറ്റിലേക്ക് നമ്മളത് റീഡയറക്റ്റ് ചെയ്യും. ഇവിടെ നമുക്ക് കാണാം സകല OSകളും നിലവിൽ ബീറ്റയിൽ റൺ ചെയ്യുന്ന അല്ലെങ്കിൽ പുതിയ റിലീസുകളെല്ലാം തന്നെ macOS Sonoma, tvOS 17, watchOS 10 ഇതെല്ലാം തന്നെ നമുക്ക് ഇവിടുന്ന് പബ്ലിക് ബീറ്റ റിലീസ് ഡൗൺലോഡ് ചെയ്യാം. പ്രൊഫൈൽ വഴി നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതുപോലുള്ള ബീറ്റ പ്രോഗ്രാംസ് അല്ലെങ്കിൽ പബ്ലിക് ബീറ്റ ഡെവലപ്പർ ബീറ്റ എന്തിനാണ് ആപ്പിൾ ഓപ്പൺ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ സെപ്റ്റംബറിലാണ് നമുക്കറിയാം പുതിയ iPhone 15 റിലീസ് ചെയ്യുന്നതോടൊപ്പം തന്നെയാണ് ആപ്പിൾ iOS 17 ഒഫീഷ്യലി നമ്മളുടെ എല്ലാ ഡിവൈസുകളിലേക്ക് റിലീസ് ചെയ്യത്തുള്ളൂ. അപ്പോൾ അതുവരെ ഇത് ടെസ്റ്റിംഗ് ഫേസിലാണുള്ളത്. കാരണം യൂസേഴ്സ് പല ഡിവൈസുകൾ ഇത് ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം അവരുടെ എല്ലാം ഫീഡ്ബാക്ക് നമുക്ക് ഈ ആപ്പിളിന് ലഭിക്കുന്നതായിരിക്കും. നമ്മൾ ഇത് ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫീഡ്ബാക്ക് ആപ്പ് എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ആപ്പിലേക്ക് നമ്മൾ സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു iOS 17 നമ്മുടെ ഡിവൈസിൽ യൂസ് ചെയ്യുമ്പോൾ എന്തെങ്കിലും ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ടോ, എന്ത് ആപ്പ് ഉപയോഗിക്കുമ്പോഴാണ് അത് ഫേസ് ചെയ്യുന്നത്, അതുപോലുള്ള ബഗ്ഗുകൾ കാര്യങ്ങളൊക്കെ തന്നെ നമുക്കിത് മനസ്സിലാക്കിയതിന് ശേഷം ഈ ഒരു ഫീഡ്ബാക്ക് ആപ്പ് വഴി ആപ്പിളിന് ഡയറക്റ്റ് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുമ്പം ആപ്പിൾ അത് മനസ്സിലാക്കുകയും അതിനെ അനലൈസ് ചെയ്തതിന് ശേഷം ആ ഒരു ഇഷ്യൂവിനെ റിസോൾവ് ചെയ്യാനുള്ള പല കാര്യങ്ങളും അവർക്ക് അടുത്ത അപ്ഡേറ്റിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതാണ്. അങ്ങനെ ഡിവൈസ് സിസ്റ്റം വൈഡ് iOS 17 ഒപ്റ്റിമൈസ് ചെയ്ത് മാക്സിമം ബഗ് ഫ്രീ ആക്കി അല്ലെങ്കിൽ ഇഷ്യൂസിനെ സ്റ്റെബിലൈസ് ചെയ്ത് പ്രോബ്ലംസിനെയൊക്കെ പരിഹരിച്ച് മാക്സിമം അതിനെ സ്റ്റെബിലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ബീറ്റ പ്രോഗ്രാംസിൻ്റെ എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത്. സോ അതേ ഉദ്ദേശം തന്നെ ആയിരിക്കും നമുക്ക് എല്ലാവരും ഈ ഒരു ബീറ്റ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉണ്ടാകേണ്ടതും. കാരണം ഇതുപോലുള്ള ബീറ്റാസ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഫീഡ്ബാക്ക് ഞാൻ പറഞ്ഞ പോലെ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതിലൂടെ നമുക്ക് ആപ്പിളിനെ സഹായിക്കാനും അത് നമുക്ക് തന്നെയാണ് ഗുണം ചെയ്യുന്നത്. കാരണം നമുക്ക് ബഗ് ഫ്രീ ആയിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചും കൂടെ മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു റിലീസ് നമുക്ക് ഒഫീഷ്യലി iOS 17 റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ ഡിവൈസുകളിലും ലഭിക്കുന്നതായിരിക്കും. സോ അതുകൊണ്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. നിങ്ങൾക്കൊരു പ്രൈമറി ഡിവൈസ് ഉണ്ടെങ്കിൽ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം അല്ലെങ്കിൽ എപ്പോഴും ബീറ്റ പ്രോഗ്രാംസിൻ്റെ കാര്യം പറയുന്നൊരു കാര്യമാണ്, നിങ്ങൾക്കൊരു പ്രൈമറി ഡിവൈസ് ഉണ്ടെങ്കിൽ കഴിവതും നിങ്ങൾ ഒഴിവാക്കുക. ഇനി നിങ്ങൾക്ക് ഒട്ടും ഒഴിവാക്കാൻ പറ്റത്തില്ല, നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കണം എന്നുള്ള നിർബന്ധം ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പബ്ലിക് ബീറ്റ ഇപ്പോൾ റിലീസ് ചെയ്തിരിക്കുന്ന ഈ ഒരു പബ്ലിക് ബീറ്റ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം എന്താണെന്ന് വെച്ചാൽ ബീറ്റകൾ റിലീസ് ചെയ്യുമ്പം ഏറ്റവും ആദ്യം ഫസ്റ്റ് റിലീസ് ചെയ്യുന്നത് ഡെവലപ്പർ ബീറ്റ ആയിരിക്കും. അതിനുശേഷം 1, 2, 3 ദിവസം താമസിച്ചതിന് ശേഷം മാത്രമേ ഉള്ളൂ പബ്ലിക് ബീറ്റാസ് റിലീസ് ചെയ്യാവുള്ളൂ. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആദ്യം ഡെവലപ്പർ ബീറ്റ റിലീസ് ചെയ്ത് കഴിയുമ്പം ഡെവലപ്പേഴ്സ് ഇത് ഇൻസ്റ്റാൾ ചെയ്യും, അവരത് ടെസ്റ്റ് ചെയ്ത് നോക്കുകയും എമർജൻസി ആയിട്ട് ഫിക്സ് ചെയ്യേണ്ട എന്തെങ്കിലും ഇഷ്യൂസ് ബഗ്ഗുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ പബ്ലിക് ബീറ്റ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് ആപ്പിൾ അത് പാച്ച് ചെയ്യും. ആ പാച്ച് ചെയ്തതിന് ശേഷമായിരിക്കും ആപ്പിൾ പബ്ലിക് ബീറ്റ റിലീസ് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ കുറച്ചും കൂടെ സെക്യൂർ ആൻഡ് ഫാസ്റ്റർ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒപ്റ്റിമൈസ്ഡ് ആയിട്ടുള്ള ഒരു റിലീസ് ആയിരിക്കും പബ്ലിക് ബീറ്റ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡിവൈസിൽ പ്രൈമറി ഡിവൈസിലൊക്കെ അത് ഇൻസ്റ്റാൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെവലപ്പർ ബീറ്റിനേക്കാളും കുറച്ചും കൂടെ സ്റ്റേബിൾ ആയിട്ട് നമ്മുടെ ഡിവൈസിൽ യൂസ് ചെയ്യാൻ സാധിക്കും. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് ഡെവലപ്പർ ബീറ്റയിലേക്കാളും നല്ലത് നമുക്ക് പബ്ലിക് ബീറ്റ ആണെന്ന് പറയുന്നത്. ഇനി നമ്മളിവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഈ സൈൻ അപ്പ് എന്നുള്ള ഒരു ഓപ്ഷനിൽ പോവുക. ഇതിൽ നമ്മൾ ആപ്പിൾ ഐ ഡി പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഇത് എൻ്റർ ചെയ്ത് നമ്മൾ പോകുന്നത് ഈ ഒരു സൈറ്റിലേക്കായിരിക്കും. ഇവിടെ നമുക്ക് കാണാം iOS 17, ഇവിടെ നമുക്ക് കാണാം iPadOS, macOS, tvOS എന്നുള്ള എല്ലാ ബീറ്റ പ്രോഗ്രാംസും അവിടെ കാണാം. അതിലേറ്റവും താഴെയാണ് നമ്മുടെ മെയിൻ സംഭവം കിടക്കുന്നത്, അതായത് ബാക്കപ്പ് യുവർ iOS ഡിവൈസ്. ഇത് നമ്മൾ മസ്റ്റായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അതായത് നമ്മൾ ഇതുപോലുള്ള പബ്ലിക് ബീറ്റ അല്ലെങ്കിൽ ബീറ്റകളൊക്കെ നമ്മുടെ ഡിവൈസിൽ റൺ ചെയ്യുന്നതിന് മുന്നേ, എസ്പെഷ്യലി നിങ്ങൾക്കൊരു പ്രൈമറി ഡിവൈസാണ്, നിങ്ങളുടെ വൺ ആൻഡ് ഓൺലി ഡിവൈസിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നതെങ്കിൽ നമ്മുടെ യൂസർ ഡേറ്റ, നമ്മുടെ ഐഫോണിൻ്റെ സകല ഡേറ്റയും നമ്മൾ ബാക്കപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് ബാക്കപ്പ് ചെയ്യാൻ 2-3 ഓപ്ഷൻസ് ഉണ്ട്. അതിൽ നമ്മൾ ലാപ്പോ കമ്പ്യൂട്ടറോ നിങ്ങൾ വിൻഡോസോ മാക്കോ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ
വിൻഡോസിൽ നിങ്ങൾക്ക് ഐട്യൂൺസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ, ആപ്പിളിൻ്റെ സോഫ്റ്റ്വെയർ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യണം. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഐഫോൺ ബാക്കപ്പ് ചെയ്യാൻ സാധിക്കും സകല ഡേറ്റാസും. അല്ല മാക് ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ മാക്കിൽ പ്രീ ഇൻസ്റ്റാൾ ആണ് ഐട്യൂൺസ്. അതിനെ സെപ്പറേറ്റ് നമ്മൾ എവിടെയും പോയി ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ ഡിവൈസ് ഫോൺ അതിലേക്ക് കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് സൈഡ് ബാറിൽ നമ്മുടെ പേര്, ഐഫോണിൻ്റെ പേര് കാണിക്കുന്ന സ്ഥലത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു വിൻഡോയിൽ കാണുന്ന പോലെ നമ്മുടെ ഐട്യൂൺസ് അതിൽ വരും. അതിൽ നിങ്ങൾക്ക് ബാക്കപ്പ് ഓപ്ഷൻ ചെയ്ത് ബാക്കപ്പ് സകല ഡേറ്റയും ബാക്കപ്പ് ചെയ്യാനാണ്. ഐട്യൂൺസിൽ നമ്മൾ ബാക്കപ്പ് ചെയ്യുമ്പോൾ പി സിയിലാണ് അല്ലെങ്കിൽ ലാപ്ടോപ്പിലാണെന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ ലോക്കൽ ഡിസ്ക് സിയിലായിരിക്കും ബാക്കപ്പ് ചെയ്യുന്നത്. സോ സിയിൽ അത്രയും സ്റ്റോറേജ് നിങ്ങൾക്ക് 512 128 256 GB ഉള്ള ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ അത്രയും സ്റ്റോറേജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. സോ അങ്ങനെ വരുമ്പോൾ നമുക്ക് 3U ടൂൾസ് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഉണ്ട്, വിൻഡോസിനുള്ളതാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ബാക്കപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ലൊരു സോഫ്റ്റ്വെയർ ആണ്. അതിനെപ്പറ്റി നിങ്ങൾക്ക് എങ്ങനെയാണ് ബാക്കപ്പ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ റീസ്റ്റോർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി നമ്മുടെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, അവിടെ പോയി കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാനാണ്. സോ ഇതോടൊപ്പം തന്നെ നമുക്ക് ബാക്കപ്പ് ചെയ്യാനുള്ള മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത് iCloud ആണ്. അതിന് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് വരുന്ന 5 GB ആണ്. അതൊന്നും നമുക്ക് തികയത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഒരു 500 GB നിങ്ങൾക്ക് അതിനകത്ത് പർച്ചേസ് ചെയ്യാൻ സാധിക്കും. ഒരു മാസത്തേക്ക് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി. അതിലേക്ക് നിങ്ങളുടെ ഡേറ്റ മുഴുവനും ബാക്കപ്പ് ചെയ്യുക. കുറേ മണിക്കൂറുകൾ എടുക്കുമായിരിക്കും ബാക്കപ്പ് ചെയ്യാൻ, കാരണം ക്ലൗഡ് ത്രൂ ആണ് ഇത് ബാക്കപ്പ് ചെയ്യുന്നുണ്ട്, ടൈം എടുക്കും. അതിലേക്ക് ബാക്കപ്പ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഈ പരിപാടി ചെയ്യാനാണ്. വൺസ് ബാക്കപ്പ് നിങ്ങൾ ചെയ്തതിന് ശേഷം എൻറോൾ യുവർ ഡിവൈസ് എന്നുള്ളിടത്ത് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഈ ഒരു പേജിലേക്ക് പോകും. ഇതിലും ഐട്യൂൺസ് ഉപയോഗിച്ച് നമ്മൾ ബാക്കപ്പ് ചെയ്യുന്നതിനെ പറ്റിയാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞേക്കുന്നത്. അതായത് ബാക്കപ്പ് എന്നുള്ള പരിപാടി നിങ്ങൾ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ ഈ പരിപാടിയിലേക്ക്, ഇത് ഇൻസ്റ്റാൾ ചെയ്യുന്ന പരിപാടിയിലേക്ക് കിടക്കുക. ഓപ്പൺ ബേറ്റ അപ്ഡേറ്റ്സ് എന്നുള്ളത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ പബ്ലിക് ബേറ്റ എന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് പേജിലേക്ക് പോകുമ്പോൾ ഓൾറെഡി ഞാൻ ഐഫോൺ 10s iOS 17 അതുകൊണ്ടാണ് നമുക്ക് പോപ്പപ്പ് ഒന്നും കാണിക്കാത്തത്. അത് പോയി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലൊരു പോപ്പപ്പ് കാണിക്കും, ഡൗൺലോഡ് ആൻഡ് ഇൻസ്റ്റാൾ എന്ന് പറഞ്ഞാൽ. ഇത് നിങ്ങൾ ചെയ്യുക. ഇനിയിപ്പം നിങ്ങൾ ഡെവലപ്പർ ബേറ്റയിലാണ് റൺ ചെയ്യുന്നതെങ്കിൽ ഇവിടെ ഡെവലപ്പർ ബേറ്റ എന്നുള്ളതായിരിക്കും ടിക്കായി കിടക്കുന്നത്. അത് നിങ്ങൾ സെലക്ട് മാറ്റിയിട്ട് പബ്ലിക് ബേറ്റ എന്നുള്ളത് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്ക് പബ്ലിക് ബേറ്റയുടെ അപ്ഡേറ്റ് വരും. അത് നിങ്ങൾ ചെയ്യുക. സോ നിങ്ങൾ ഡെവലപ്പർ ബേറ്റ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ പബ്ലിക് ബേറ്റയിലേക്ക് സ്വിച്ച് ചെയ്യുക. അത് യൂസ് ചെയ്യുന്നതായിരിക്കും മച്ച് മോർ സ്റ്റേബിൾ ആൻഡ് സെക്യൂർ എന്ന് പറയുന്നത്. സോ ഡെഫിനറ്റ്ലി ഇത് ട്രൈ ചെയ്ത് നോക്കുക. iOS 17 നിങ്ങളുടെ പ്രൈമറി ഡിവൈസിലാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾക്ക് അത്രയ്ക്കും യൂസ് ചെയ്ത് നോക്കണം എന്നുള്ള അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യൂസ് ചെയ്യുക. അല്ലാത്ത പക്ഷം നിങ്ങളത് ഒഴിവാക്കുക. സെപ്റ്റംബർ വരെ ഒന്ന് വെയിറ്റ് ചെയ്താൽ നമുക്ക് സംഭവം കിട്ടും. അതല്ല നിങ്ങൾക്ക് യൂസ് ചെയ്ത് നോക്കണം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ബാക്കപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യുക. ബേറ്റ ഇൻസ്റ്റാൾ ചെയ്ത് നമ്മുടെ ഫോൺ പിന്നീട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഇഷ്യൂസ് കൊണ്ട് നമ്മുടെ ഫോൺ ബ്രേക്ക് ആകുമോ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റുകയോ ചെയ്താൽ നമ്മുടെ ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഡിവൈസ് റീസ്റ്റോർ ചെയ്ത് കഴിയുമ്പോൾ ബാക്കപ്പിലേക്ക് നമുക്ക് ആ ഒരു ഡാറ്റ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് ബാക്കപ്പിലേക്ക് പോകാമെന്നാണ്. സോ ഇതൊക്കെയാണ് നമ്മൾ iOS 17 പബ്ലിക് ബേറ്റ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കാനായിട്ടുള്ള കാര്യങ്ങൾ. സോ ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ താമസിക്കാതെ ചെയ്യുന്നതായിരിക്കും, പുതിയ ഫീച്ചേഴ്സ്, ചേഞ്ചസ് കാര്യങ്ങളൊക്കെ. സോ once again, this is me, Milan. Catch you guys next video. Till then, peace.